ശ്രീ എൻ ശ്രീകുമാർ, നമ്മൾ ആദ്യം കേട്ടത് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ പറഞ്ഞതാണ്. ഇവിടെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതാണ് പിന്നീട് കേട്ടത്. ഈ സമരം രണ്ട് തരത്തിൽ ന്യായീകരിക്കപ്പെടുകയാണ്. ഇന്നലെ കർണാടകത്തിന്റെ നേതൃത്വത്തിൽ വലിയ സമരമുഖം ഡൽഹിയിൽ തുറന്നു. അതിന് പിന്നാലെയാണ് ഇന്ന് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ അവിടെ സമരം നടക്കുന്നത്. ഈ വിഷയത്തിൽ പോലും ഒരു നിലപാട് കോൺഗ്രസിന് ഇല്ലാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? ശ്രീമതി രേണുക, ശ്രീ മല്ലികാർജുൻ ഖാർഗെയുടെയും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെയും പ്രസ്താവനകൾ നിങ്ങൾ താരതമ്യം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഖാർഗെ പറഞ്ഞതും സതീശൻ പറഞ്ഞതും ഒന്ന് തന്നെയാണ്. ഖാർഗെ എന്താണ് പറഞ്ഞത്? BJP ഇതര ഗവൺമെന്റുകളെ, കർണാടകൻ കോൺഗ്രസ്, ആന്ധ്ര ഉൾപ്പെടെയുള്ള ഗവൺമെന്റുകളെ കേന്ദ്രം അവഗണിക്കുന്നു. അത് ശരിയാണ്. അത് കോൺഗ്രസും കേരളത്തിലെ പ്രതിപക്ഷവും കോൺഗ്രസും പറയുന്നുണ്ട്. പക്ഷെ ഇവിടുത്തെ ഗവൺമെന്റ് ഡൽഹിയിൽ സമരം ചെയ്യുമ്പോൾ എന്തുകൊണ്ട് കോൺഗ്രസ് കൂടുന്നില്ല എന്നുള്ളതാണ് ചോദ്യം. ആ ചോദ്യത്തിന് എത്ര വ്യക്തമായ ഉത്തരം നൽകിയാലും അവരൊരൊറ്റ ആയുധം എടുക്കുകയാണ്. എന്താണ് ആയുധം? കേന്ദ്രത്തിനെതിരെ പറഞ്ഞാൽ അത് BJP മൃദു സമീപനമായിട്ട് കൊണ്ടുവരികയാണ്. ഈ സൂത്രമൊന്നും ഇനി നടപ്പാവില്ല കേരളത്തില്. കേരളത്തിൽ പ്രതിപക്ഷം ആദ്യം മുതലേ പറഞ്ഞ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ ധനസ്ഥിതിയെ കുറിച്ച് നിങ്ങൾ യഥാർത്ഥ വിവരം പുറത്തു വിടൂ. അതിനാണ് വൈറ്റ് പേപ്പർ, ധവളപത്രം എന്ന് പറയുന്നത്. രണ്ട്, ഞങ്ങൾ പറയുന്നത് ഞങ്ങളുടെ ഉപദേശം പകുതിയെങ്കിലും കേൾക്കൂ. എന്താണ് ഉപദേശം? ഇവിടുത്തെ ധൂർത്തും അഴിമതിയും ഒന്ന് കുറയ്ക്കൂ. ജനങ്ങളുടെ ഫണ്ട് എടുത്ത് പൊതു പണം എടുത്തിട്ട് ദുർവ്യയം ചെയ്യരുതേ. ഇതൊക്കെയാണ് പ്രതിപക്ഷം പറഞ്ഞത്. ഇതൊന്നും കേട്ടില്ല. അവസാനം ഇന്ന് ഡൽഹിയിൽ പോയിട്ട് കോൺഗ്രസ് വന്നില്ല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമുള്ളത്? ഇവര് വിചാരിക്കുമ്പോഴും വിളിക്കുമ്പോഴും ചെല്ലാനുള്ളതല്ല കേരളത്തിലെ UDF. വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. മല്ലികാർജുൻ ഖാർഗെ പറഞ്ഞ 101% ശരി, കേരളത്തെയും അവഗണിക്കുന്നു. പക്ഷെ രണ്ട് കാര്യമുണ്ട്. എന്താണത്? രണ്ട് പ്രതികളാണ് ഇവിടെ ഈ സാമ്പത്തിക തകർച്ചയ്ക്ക്, കേരളത്തിന്റെ സാമ്പത്തിക തകർച്ചയ്ക്ക് ആക്കം കൂട്ടിയത്. ഒന്നാം പ്രതി കേരള ഗവൺമെന്റ് LDF, രണ്ടാം പ്രതി അത് കൂട്ടുപ്രതി കേന്ദ്ര ഗവൺമെന്റ്. ഒരു പ്രതിക്കെതിരെ മറ്റൊരു പ്രതി സമരം ചെയ്യുമ്പോൾ ആ പ്രതിക്ക് പിന്തുണ കൊടുക്കുന്നത് ധാർമ്മികമാണോ? അതാ പറഞ്ഞത്. രണ്ടുപേർക്കും ഉത്തരവാദിത്തമുണ്ട്. എൻ ശ്രീകുമാർ, ഇന്നലെ നടന്ന കർണാടകയുടെ സമരവും സാഹചര്യം ഇത് തന്നെയായിരുന്നു. കേന്ദ്ര അവഗണന നേരിടുന്നു, അർഹമായ വിഹിതം ലഭിക്കുന്നില്ല, സാമ്പത്തികമായി ഞെരുക്കുന്നു. എവിടെയൊക്കെ കർണാടക എന്ന പേരുണ്ടോ അത് മാറ്റി അവരുടെ ന്യായങ്ങൾ വായിച്ചാൽ നമുക്ക് രണ്ടും തമ്മിൽ ഒരു വ്യത്യാസവും കാണാൻ കഴിയില്ല. ആ ഒരു സാഹചര്യത്തിലാണ് സമരം നടക്കുന്നത്. യഥാർത്ഥത്തിൽ കർണാടക അവിടെ സമരം നടത്തിയതോടുകൂടിയാണ് ഇവിടെ കോൺഗ്രസ് വെട്ടിലായത്. ദേശീയ തലത്തിൽ ഒരു നിലപാട് സ്വീകരിച്ച് ആ ആപത്തിൽ നിന്നെങ്കിലും കോൺഗ്രസിനെ രക്ഷിക്കാൻ ഒരേ നിലപാടും ഒരേ രീതിയിലുള്ള പ്രവർത്തനവും ഉണ്ടായിരുന്നുവെങ്കിൽ ആ രാഷ്ട്രീയ പാർട്ടിക്ക് കഴിയുമായിരുന്നു. ശ്രീമതി രേണുക, താങ്കൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. കർണാടകയിലെ മുഖ്യ പ്രതിപക്ഷം BJP ആണ്. അവിടെ 10-18 MP-മാരുള്ളത് BJP-ക്കാരാണ്. കേരളത്തിലെ മുഖ്യ പ്രതിപക്ഷം BJP അല്ല, ഇവിടെ UDF ആണ്. അതുകൊണ്ടാണ് UDF പറഞ്ഞത്. LDF-നോട് പറഞ്ഞു. പക്ഷെ LDF UDF കയത്തി ചെന്ന് വീണിട്ട് കൈകാലത്തടിക്കുമ്പോൾ രക്ഷിക്കാൻ UDF വരണമെന്ന് പറയുമ്പോൾ ഇത് രാഷ്ട്രീയമാണ്. നമ്മൾ ഈ ഒരു കുഴിയിൽ നിന്ന് പിടിച്ചു കയറ്റുന്നവരല്ല. എന്തുകൊണ്ട് കേരളത്തിലെ ഗവൺമെന്റ് അവരുടെ ഡ്യൂട്ടി ചെയ്തില്ല? ആദ്യം ആ ഡ്യൂട്ടി ചെയ്യണം. കർണാടകത്തിന്റെ കാര്യം രേണുക പറഞ്ഞ വളരെ ശരിയാണ്. അവർ അധികാരത്തിൽ വന്നിട്ട് 1 വർഷമായിട്ടുള്ളൂ. ആ 1 വർഷത്തിനിടയ്ക്ക് അവരെ 5 പ്രധാന വാഗ്ദാനങ്ങൾ നടപ്പാക്കുമെന്ന് പ്രഖ്യാപിച്ചു. തെരഞ്ഞെടുക്കപ്പെട്ടാൽ അവർ തെരഞ്ഞെടുക്കപ്പെട്ടു കഴിഞ്ഞ ആദ്യത്തെ മന്ത്രിസഭാ യോഗത്തിൽ 5-ൽ 4 നടപ്പാക്കി. അതായത് 200 യൂണിറ്റ് വൈദ്യുതി, ബസ്സിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര, 2500 രൂപ വീതം മാസം വീട്ടമ്മമാർക്ക്, അന്നഭാഗ്യ എന്നുള്ള രീതിയിൽ 5 കിലോ അരി വീതം ഒരു കുടുംബത്തിലെ ഒരാൾക്ക്. അതിൽ നടപ്പാക്കാത്ത കാര്യം കുട്ടികളുടെ സ്കോളർഷിപ്പിന്റെ കാര്യം മാത്രമാണ്. അത് പിന്നെ അത്ര അടിയന്തരമല്ലാത്തതുകൊണ്ട് മാറ്റിവെച്ചു. തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തിന്റെ ധനസ്ഥിതി നോക്കാതെ കൊടുത്ത വാഗ്ദാനങ്ങൾ പാലിക്കാൻ വേണ്ടിയാണ് ഡൽഹിയിൽ വന്ന് സമരം ചെയ്തതെന്നാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ആ സമരത്തെക്കുറിച്ച് പറഞ്ഞത്. അപ്പോൾ അങ്ങനെയുള്ള ന്യായീകരണമാണ് അവർ ആ കാര്യത്തിന് അവിടെ നൽകുന്നത്. കേരളത്തിന്റെ സാഹചര്യം അറിയാമല്ലോ. ഇവിടെ പിണറായി വിജയൻ സമരത്തിന് പോകുമ്പോൾ വി ഡി സതീശൻ ചോദിച്ചത് എന്താണ്? ഈ പാർലമെന്റ് ഇലക്ഷൻ അടുത്തിരിക്കുന്ന സമയത്ത് പോകുന്നത് രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയാണ്. അതിനോടൊപ്പം ഞങ്ങൾക്ക് ചേരാൻ പറ്റില്ല. ഡൽഹി പോയി സമരം ചെയ്യാൻ വേറെ ആളെ നോക്കണം
എന്ന കാര്യമൊക്കെയാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. അപ്പോൾ ഡൽഹിയിലെ സമരത്തിന് പ്രതിപക്ഷത്തിന് പേടിയാണോ? അല്ലല്ല, കർണാടകത്തിലെ സമരത്തിന് പോയത് അവരുടെ നികുതിയുടെ വിഹിതവും അതുപോലുള്ള മറ്റു കാര്യങ്ങളും വരൾച്ച ദുരിതാശ്വാസവും ഒക്കെ കൊടുക്കുന്നതിനെ ചൊല്ലിയാണ് അവർ ഡൽഹിയിൽ പോയത്. അത് മനസ്സിലാക്കുക. അതിന് രണ്ടും വ്യത്യാസമുണ്ട്. കാരണം കേരള ഗവൺമെന്റിനെ കുറിച്ച് നിങ്ങൾ എന്തിനാ നിങ്ങൾ അവരെ പുകഴ്ത്തുന്നത്? ഇപ്പൊ കേരള ഗവൺമെന്റിനെ നിങ്ങളെല്ലാം മറന്നോ രേണുക? ഈ നാട്ടിൽ നടന്ന കഴിഞ്ഞ കുറെ കാലമായിട്ട് നടക്കുന്ന ധൂർത്തും ദുർവ്യയവും അഴിമതിയും ഒക്കെ നിങ്ങൾ മറന്നോ? ഡൽഹിയിൽ പോയിട്ട് BJPക്കെതിരെ സമരം ചെയ്താൽ അതിനെ വെള്ളപൂശാനാണോ നമ്മൾ ശ്രമിക്കേണ്ടത്? ശ്രീകുമാർ, അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് സമൂഹത്തിന്റെ മുന്നിൽ കൊണ്ടുവരാം, അവതരിപ്പിക്കാം. അതിനൊന്നും ഒരു പ്രശ്നവും പറയുന്നില്ല. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ പറയുന്ന കാര്യം, നിങ്ങളുടെ കോൺഗ്രസ് പറയുന്ന കാര്യം എന്തുകൊണ്ട് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിന് പോലും മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ്. ഇന്ന് ഖർഗെ പറഞ്ഞ കൂട്ടത്തിൽ കർണാടകയ്ക്കൊപ്പം തന്നെ കേരളത്തിന്റെ പേരും പറയുന്നുണ്ടല്ലോ. കേന്ദ്രത്തിന്റെ ഈ നിലപാടുകളുടെ മോശം ഫലം അനുഭവിക്കുന്നവരുടെ കൂട്ടത്തിൽ കർണാടകയ്ക്കൊപ്പം തന്നെ കേരളവും ഉണ്ട് എന്ന് ഖർഗെ പറയുന്നു. പക്ഷേ VD സതീശൻ അക്കാര്യം മനസ്സിലാകുന്നില്ല. അതിലുള്ള വൈരുദ്ധ്യം എന്താണെന്നെങ്കിലും താങ്കൾ പറഞ്ഞു തരൂ. രേണുക്കാണ് ഇപ്പൊ ഞാൻ പറഞ്ഞ മനസ്സിലാകാത്തെന്ന് തോന്നുന്നു. ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, അതായത് കേരളത്തിലെയും കർണാടകത്തെയും തെലങ്കാനയെയും ആന്ധ്രയെയും തമിഴ്നാടിനെയും BJP കേന്ദ്ര ഗവൺമെന്റ് ദ്രോഹിക്കുന്നുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ മറ്റുള്ള ഗവൺമെന്റുകളെ പോലെ കേരള ഗവൺമെന്റിനെ കാണരുത്. കാരണം എന്താണ്? ഖാർഗെ കേരളത്തിന്റെ കാര്യം പറഞ്ഞത് തന്നെ VD സതീശന് പറഞ്ഞിട്ടുണ്ട്. കേന്ദ്രം അവഗണിക്കുന്നുണ്ട്. പക്ഷേ രണ്ട് ഉത്തരവാദികളുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. കേരളത്തിന്റെ ഡ്യൂട്ടി അവർ ചെയ്യട്ടെ, അവർ ധനസ്ഥിതി പറയട്ടെ. എന്താ പറയാതിരിക്കുന്നത്? ഇപ്പൊ ഇന്ന് നോക്കൂ, സമരം ചെയ്ത ശേഷം കേന്ദ്ര ധനമന്ത്രി ഒരു കണക്കിങ്ങോട്ട് അവതരിപ്പിച്ചു. ഇവരെ ഉത്തരം പറയട്ടെ. ഇത്ര രൂപ കൊടുത്തു എന്ന് പറഞ്ഞത് UPA കാലത്ത് കൊടുക്കാത്തതിനേക്കാൾ കൂടുതൽ ഞങ്ങൾ കൊടുത്തു എന്ന് പറയുന്നു. അത് ജനങ്ങളോട് പറയട്ടെ. ഇത് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവസാന നിമിഷം വന്നിട്ട് UDF ഞങ്ങൾക്കൊപ്പം വരുന്നില്ല, കോൺഗ്രസിനെ തെറിപറയാനാണോ ഡൽഹി വരെ വിമാനക്കൂലി കൊടുത്തു പോയത്? അതാണ് ഇവിടെ പറഞ്ഞാൽ പോരെ. അവിടെ പോയിട്ട് നരേന്ദ്രമോദിക്കും അതുപോലെ തന്നെ പേരെടുത്ത് സംസാരിക്കണം. അവിടെ യൂണിയൻ ഗവൺമെന്റ് ഫെഡറലിസവും കൺകറന്റ് സ്റ്റേറ്റും സെൻട്രൽ ലിസ്റ്റുമല്ല പ്രസംഗിക്കേണ്ടത്. ഞങ്ങളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ്, ആഭ്യന്തരമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ദ്രോഹിക്കുന്നു എന്ന രീതിയിൽ പറയണം. ഇത് അവിടെ പോയിട്ട് കോൺഗ്രസിനെ കുറ്റം പറയരുത്. കോൺഗ്രസ് വന്നില്ല, സമരം ചെയ്യാൻ നിങ്ങളെ ഓരോരുത്തരെയും വിളിച്ചിരുന്നുവല്ലോ. നിങ്ങൾക്ക് അവിടെ പോയായിരുന്നെങ്കിൽ ആ വേദിയിൽ സംസാരിക്കാൻ പറ്റുമായിരുന്നു. മോദി എന്ന് വിളിച്ച് തന്നെ സംസാരിക്കാമായിരുന്നു. ഇപ്പോൾ സമരം നടത്തുന്നവർ ഏത് പേര് പറയണം, എങ്ങനെ വിളിക്കണം എന്നൊക്കെ പുറത്തിരുന്ന് നിങ്ങൾക്ക് നിർദ്ദേശം നൽകുന്നു എന്നുള്ളതിന് എന്താണ് അതിനകത്തുള്ള വസ്തുത? ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം.